ഇതുപോലുള്ള പാവങ്ങൾ, നിവൃത്തിയില്ലാത്ത പാവങ്ങൾ വലുതായി ഒന്നും ആഗ്രഹിക്കരുത്. എന്തിനാണ് പിന്നെ ഈ ഗതികേടിന്റെ മുൻമുനയിൽ നിന്നിട്ട് മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെറുപ്പം പോലെ ഞാൻ കഷ്ടപ്പെട്ട വളർന്ന്, അതുപോലെ എൻ്റെ മക്കൾ വളരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കേണ്ടത് സാറേ. ഇവന്റെ ഫീസ് അടച്ചു കഴിഞ്ഞു, ഇവന് ജോലി ആയിക്കഴിഞ്ഞാൽ ആര് തന്നാലും ഞങ്ങളെ തിരിച്ചടച്ചോളാം. കാണുന്നവരും കേൾക്കുന്നവരും ഞങ്ങളെ സഹായിക്കണം, സഹായിക്കാതിരിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യമാണ്. അവര് സുഖം എന്നു അറിഞ്ഞിട്ടില്ല. ഓണം വന്നാലും വിഷു വന്നാലും ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. റേഷൻ അരി കിട്ടുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. തിരികെ കൊടുക്കൂല്ലേ? തിരികെ കൊടുക്കും. നിങ്ങൾക്ക് വീടില്ല? ഞങ്ങക്ക് വീടില്ല, സ്ഥലമില്ല, എനിക്ക് അപ്പനും ഇല്ല, അമ്മയും ഇല്ല, സഹോദരങ്ങൾ ആരുമില്ല. എൻ്റെ മക്കള് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഇല്ല, വാക്ക് മാറൂല, ഒരിക്കലും മാറൂല. 17 വയസ്സുള്ള ഈ മകൻ, ഇവൻ +2 ഉയർന്ന മാർക്ക് വാങ്ങി പഠിക്കുവാൻ ഏറെ മികവ് കാട്ടി. എന്നാൽ എറണാകുളം സിറ്റിയിലൂടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഈ മകനെ കണ്ട ഇവന്റെ അധ്യാപിക ഹൃദയം പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ പേരാണ് സൂസൻ തോമസ്. ഈ മകനെ അവർ അടുത്ത് പിടിച്ച് അവനോട് കാര്യം തിരക്കി. അങ്ങനെയാണ് തൻ്റെ 2ാം വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ഒരു കഴിവുകളുമില്ലാത്ത, നിവർത്തിയില്ലാത്ത ഈ അമ്മ ഈ മക്കളെ വളർത്തിയ ആ കഥ ഈ മകൻ പറഞ്ഞത്. അവർ ആ കഥ കേട്ടുകൊണ്ട് ഈ മകനെ ജീവിക്കുവാൻ, ജീവിതത്തിലേക്ക് ഉയരുവാൻ വേണ്ടി 50,000 രൂപ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള ആ ജോലി നേടിയെടുക്കുവാൻ വേണ്ടി നീ ശ്രമിക്കുക എന്ന്. അങ്ങനെയാണ് ഇവൻ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യുന്നില്ലേ? ഇനി എത്ര രൂപയാണ് അതിന്റെ കോഴ്സിന് വേണ്ടി? 2.5 ലക്ഷം രൂപയാണ് അല്ലേ? എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ കഴിയും? 6 മാസത്തിനുള്ളിൽ 6 മാസത്തിന് അടയ്ക്കാൻ കഴിയും അല്ലേ? 6 മാസം കൊണ്ട് ജോലി സ്ഥിരപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? സ്റ്റൈഫൻഡ് കാണും? സ്റ്റൈഫൻഡ് ഉണ്ട്, 25,000 രൂപ വെച്ച് സ്റ്റൈഫൻഡ് വരും. ശമ്പളം ഒന്നും ആവത്തില്ല? ഇല്ല, ശമ്പളം 18 മാസം. 6 മാസം കോഴ്സ് കഴിഞ്ഞാലും തുടർന്ന് അവിടെ പഠിക്കണം അല്ലേ? പഠിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ സ്റ്റൈഫൻഡ് ഉണ്ടാവും. ഇതുപോലുള്ള പാവങ്ങൾ, നിവൃത്തിയില്ലാത്ത പാവങ്ങൾ വലുതായി ഒന്നും ആഗ്രഹിക്കരുത് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആഗ്രഹിച്ചാൽ ഇതുപോലെ വല്ല മാധ്യമത്തിനും മുന്നിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കേണ്ടി വരും അല്ലേ? എന്തിനാണ് പിന്നെ ഈ ഗതികേടിന്റെ മുൻമുനയിൽ നിന്നിട്ട് മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെറുപ്പം പോലെ ഞാൻ കഷ്ടപ്പെട്ട വളർന്ന്, അതുപോലെ എൻ്റെ മക്കൾ വളരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കേണ്ടത് സാറേ. എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെട്ട് കാണണം, എനിക്ക് അത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. എൻ്റെ അഡ്രസ്സ് കുഞ്ഞുമോൾ ബാബു, തുരുത്തേൽ ഹൗസ്, എറണാകുളം ജില്ല, പിറവം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം. 6 മാസത്തിനുള്ളിൽ 2.5 ലക്ഷം രൂപ അത് അല്ലേ മോന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് കണ്ടെത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ഒരുമിക്കണം. അതൊരു നല്ല കാര്യത്തിനാണ്. ഈ മക്കളെ പഠിപ്പിച്ച് നമുക്ക് ഇവരുടെ ജീവിതം വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് മനുഷ്യസ്നേഹികളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയത് പോലും.